ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും അതേപോലെ തന്നെ ഇന്ത്യൻ ഗ്യാപ്പും ഒക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. ആ ഒരു ടേമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേൾഡ് വൈഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളാണ്. ഇതുവരെ നമ്മൾ ഇന്ത്യയുടേത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഗ്ലോബലി ഉള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അതൊരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ്. അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ ഗ്ലോബലി ഉള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരേ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്സിനെയാണ് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയാം. അവിടെ നമുക്ക് ഗ്ലോബലി ഉള്ള അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റുകളും അതേപോലെ തന്നെ ഗ്ലോബലി വരുന്ന അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റും ഒക്കെ ഒരേ രൂപത്തിലാക്കുന്നതിന് വേണ്ടി അതിന് ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം സ്റ്റാൻഡേർഡ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അവിടെ ഗ്ലോബലി വരുന്ന കമ്പനികളുടെ അല്ലെങ്കിൽ ഒരു കമ്പനി ഗ്ലോബലിയുള്ള കമ്പനികളുടെ അവരുടെ കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും തുടർച്ചയായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ അവ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലുള്ള കമ്പനീസ് ഒരേ ഇൻഡസ്ട്രിയിൽ വരുന്ന കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ കമ്പയർ ചെയ്യുന്നു. ഈ കമ്പാരിസൺ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള രാജ്യങ്ങളിലെയും അവരുടെ ഒക്കെ അക്കൗണ്ടിങ്സ് ഒരേ രൂപത്തിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആ ഒരു കമ്പാരിസൺ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ആ ഒരു കമ്പാരിസൺ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഗ്ലോബലി ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നിലവിൽ വന്നു. അതിനെയാണ് നമ്മൾ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. 1973 ആദ്യമായിട്ടൊരു ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നിലവിൽ വരുന്നത്. ഇങ്ങനെ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നിലവിൽ വരുന്നത് ഒരു 9 രാജ്യങ്ങൾ കൂടിയിട്ട്, ഈ 9 രാജ്യങ്ങളാണ് ഇത് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഈ 9 രാജ്യത്തിനകത്ത് വരുന്ന കമ്പനീസിൻ്റെ അവരുടെ അക്കൗണ്ട്സുകൾ അല്ലെങ്കിൽ ആ രാജ്യത്തിനകത്ത് വരുന്ന ബിസിനസ്സുകളുടെ അവരുടെ ബിസിനസ് എൻ്റർപ്രൈസുകളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരേ രൂപത്തിലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ട് ആദ്യമായിട്ടൊരു 9 മെമ്പേഴ്സ് വരുന്ന ഒരു ബോഡി, അവരാണ് ഒരു കമ്മിറ്റി കൂടി, അവരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ആദ്യമായിട്ട് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ 9 നാഷൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെമ്പേഴ്സ് നാഷൻസ് എന്ന് പറയുന്നത് അതിൽ ഓസ്ട്രേലിയ ഉണ്ട്, കാനഡ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ജർമ്മനി, ജപ്പാൻ, മെക്സിക്കോ, നെതർലാൻഡ്, UK ആൻഡ് USA. ഇങ്ങനെ 9 രാജ്യങ്ങളാണ് ആദ്യമായിട്ട് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1973 അവർ ഫോം ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഫോം ചെയ്തിട്ടുള്ള അവരുടെ ആ ഒരു കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ്. ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഒരേ രൂപത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റും ഈ 9 മെമ്പർ കൺട്രീസിലെയും അവരുടെ ബിസിനസ്സുകളുടെ അല്ലെങ്കിൽ അവരുടെ കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരേ രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി 1973 ഫോം ചെയ്യുന്നത്. അതിൽ മെമ്പേഴ്സായിട്ടുള്ള ഓസ്ട്രേലിയ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, മെക്സിക്കോ, നെതർലാൻഡ്, UK ആൻഡ് USA ഈ 9 കൺട്രീസാണ് അതിൽ ഉൾപ്പെടുന്നത്. ഇങ്ങനെ ഒരു ബോഡി അവർ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബോർഡ് അവർ ക്രിയേറ്റ് ചെയ്തു. അത് ശേഷം 2001 ഈ IASC എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി എന്ന് പറയുന്ന ഈ ഒരു കമ്മിറ്റി ഡിസോൾവ് ചെയ്തിട്ടുണ്ട്, ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറയുന്ന പുതിയ ഒരു ബോർഡ് ഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഗ്ലോബലി ഉള്ള കൺട്രീസിൻ്റെയൊക്കെ അക്കൗണ്ടിങ് ഫോർമാറ്റുകൾ അല്ലെങ്കിൽ അവിടുത്തെയുള്ള ട്രാൻസാക്ഷൻസ് ഒരേ രൂപത്തിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരേ രൂപത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുക. അങ്ങനെ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സാധ്യമാക്കാൻ വേണ്ടിയിട്ട് 1973 ഒരു കമ്മിറ്റി അവർ രൂപീകരിക്കുകയുണ്ടായി. ഒരു 9 രാജ്യങ്ങൾ കൂടിയിട്ടൊരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. ആ കമ്മിറ്റിയുടെ പേരാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതിൽ 9 രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 9 രാജ്യങ്ങളുടെ പേര് പറഞ്ഞു. ഈ കമ്മിറ്റിയുടെ കാലാവധി എന്ന് പറയുന്നത് 1973 ഫോം ചെയ്തിട്ട് അത് 2001 ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. 2001 ശേഷം സ്റ്റാൻഡേർഡ് ബോർഡ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആ ഒരു ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഫോം ചെയ്യുന്നത് വരെ ഈ ഒരു
കമ്മിറ്റി ആയിരുന്നു നിലവിലുണ്ടായിരുന്നു. നെക്സ്റ്റ് അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇങ്ങനൊരു ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അതിൻ്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ, ഫെസിലിറ്റേറ്റ് എത്തിക്സ് കോംപ്ലിയൻസ്. ഓരോ രാജ്യങ്ങളുടെയും പല വ്യത്യസ്തങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ നമ്മൾ ഗ്ലോബലി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ ഡിഫറെൻറ്റ് കൺട്രീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഡിഫറെൻറ്റ് കൺട്രീസിലും അവരുടെ കൾച്ചർ മാറ്റം ഉണ്ടാകും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കൈക്കൂലി വാങ്ങുന്നത് അത് നിയമപരമായിട്ട് തെറ്റായിട്ടുള്ള ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ നിയമപരമായിട്ട് തെറ്റാണ്. ചില രാജ്യങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ചില രാജ്യങ്ങളുമുണ്ട്. അപ്പോൾ അതൊരു തെറ്റല്ലാത്ത രാജ്യങ്ങളാണ്. അപ്പോൾ ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ അവരുടെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അവരുടെ എത്തിക്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള എത്തിക്സിനിടയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ ചില രാജ്യങ്ങളത് ഒരു നിയമപരമായിട്ട് തെറ്റായിരിക്കുക, ചില രാജ്യങ്ങളൊക്കെ അതിന് നിയമപരമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലോബലി ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അതിനെ എല്ലായിടത്തും ടച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അത് രാജ്യങ്ങൾ തമ്മിൽ ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂസുകൾ സോൾവ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പറയാം. ഇങ്ങനെ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഡിസ്പ്യൂട്ട്സൊക്കെ നമുക്ക് റിക്കവർ അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളായിരിക്കും ഉണ്ടാകുക. സെക്കൻഡ് വൺ, ഇംപ്രൂവ്സ് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളതാണ്. അതിന് ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഗ്ലോബലിയുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഒരേ രൂപത്തിലാവുമ്പോൾ അപ്പോൾ ഒരു രാജ്യത്തുള്ള ആളുകൾക്ക് മറ്റൊരു രാജ്യത്ത് അവിടുത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവിടെയുള്ള സെക്യൂരിറ്റീസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യയുടെയും അതേപോലെ തന്നെ ഇന്ത്യയുടെ അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൻ്റെയും ഒക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരേ രൂപത്തിലാണെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തെ അവിടുത്തെ കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അതേപോലെ തന്നെ ബംഗ്ലാദേശിലെ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും കൃത്യമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനും അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാനൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇന്ത്യ രാജ്യത്തേക്കാൾ കൂടുതലായിട്ടുള്ള പ്രോഫിറ്റബിളായിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് റിട്ടേൺ കിട്ടും എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളിലായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അപ്പോൾ പുറത്തുള്ള രാജ്യത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും ഇപ്പോൾ ഇന്ത്യയും അതേപോലെ തന്നെ മറ്റൊരു രാജ്യത്തെ വ്യക്തി ഇന്ത്യയെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ആ ഒരു പുറത്തുനിന്ന് ഒരു ഫോറിനർ എന്ത് ചെയ്യും, ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടും. അങ്ങനെ ആകുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് അവിടെ സാധ്യമാക്കാൻ വേണ്ടിയിട്ട് പറ്റും. കൂടുതലായിട്ടുള്ള ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരും. അപ്പോൾ അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യ രാജ്യത്തുള്ള ഒരു കമ്പനി അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യയിലാണ് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി കൂടുതലുള്ളെങ്കിൽ അല്ലെങ്കിൽ റിട്ടേൺ കൂടുതലുള്ളെങ്കിൽ സ്വാഭാവികമായിട്ടും പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആ ഒരു കമ്പനിയിലേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ചെയ്യും, ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ തേർഡ് വൺ ആണ് മൾട്ടിനാഷണൽ കമ്പനീസ്. നമുക്കറിയാം മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് അതിൻ്റെ മെയിൻ ഹെഡ് ഉണ്ടായിരിക്കുകയും അതേപോലെ തന്നെ അതിൻ്റെ ഹോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗങ്ങൾ മറ്റു രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള കമ്പനീസിനെയാണ് മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയുക. അതായത് ആ ഒരു ബിസിനസ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒരു രാജ്യത്തും അതേപോലെ തന്നെ അതിൻ്റെ ബ്രാഞ്ചസ് മറ്റു രാജ്യങ്ങളിലുള്ള കമ്പനീസിനെയാണ് നമ്മൾ മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയുക. ഈ മൾട്ടിനാഷണൽ കമ്പനിക്ക് പലപ്പോഴും അവരുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ വളരെ ബുദ്ധിമുട്ടിലാവാറുണ്ട്. കാരണം ഒരു രാജ്യത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഹോം കൺട്രി ഏതാണ്, ആ ഒരു ഹോം കൺട്രിയും ഹോസ്റ്റ് കൺട്രിയും എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഹോം കൺട്രി എന്ന് പറയുന്ന ആ ഒരു കമ്പനി ഫോം ചെയ്തിട്ടുള്ള രാജ്യത്തെയാണ് ഹോം കൺട്രി എന്ന് പറയുക. ഹോസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രാഞ്ചസ് ഉള്ള കൺട്രീസിനെയാണ് ഹോസ്റ്റ് കൺട്രീസ് എന്ന് പറയാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഹോം കൺട്രീസിൽ യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും അല്ലെങ്കിൽ അവിടുത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന രീതിയും അതേപോലെ തന്നെ അതിൻ്റെ ഹോസ്റ്റ് കൺട്രീസിൽ വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചസ് നിലനിൽക്കുന്ന കൺട്രീസിൽ വരുന്ന അവിടുത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന രീതിയും രണ്ടും വ്യത്യസ്തമാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും
പ്രധാനമായിട്ടും അവരുടെ ആ ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് പലപ്പോഴും ബുദ്ധിമുട്ടാക്കാറുണ്ട്. കാരണം നമ്മൾ ഹോം കൺട്രിയിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇന്ത്യയിലുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനി, അതിന് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ അതിന് ബ്രാഞ്ചസ് ഉണ്ട്. ഇന്ത്യയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രീതി ആയിരിക്കില്ല മറ്റു രാജ്യങ്ങളിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതും ഇന്ത്യയിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വ്യത്യസ്തമാകുമ്പോൾ നമുക്കൊരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മൊത്തത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിലൊരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ആ ഒരു ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, എല്ലാ രാജ്യത്തും ഒരേ രൂപത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളാണെങ്കിൽ നമുക്ക് കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനീസിനും അത് ഒരു ബെനിഫിറ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. ദെൻ ഇൻ്റർനാഷണൽ ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇമ്പോർട്ടും എക്സ്പോർട്ടും, രാജ്യങ്ങൾ തമ്മിലുള്ള ഇമ്പോർട്ടും എക്സ്പോർട്ടിനാണ് നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുക. ഈ ഇൻ്റർനാഷണൽ ട്രേഡ് നടക്കുന്ന സമയത്ത് അവിടെയുള്ള രാജ്യങ്ങളിൽ അവർ യൂസ് ചെയ്യുന്ന അക്കൗണ്ട്സും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളും നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇമ്പോർട്ട് ചെയ്യണോ എക്സ്പോർട്ട് ചെയ്യണോ, അവരുടെ എത്രയാണ് അവരുടെ അവിടെ പ്രൈസ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കിക്കഴിഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ആവും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റും. അങ്ങനെ ഇൻ്റർനാഷണൽ ട്രേഡിലും അത് വളരെയധികം സഹായകരമാവും. ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഒരേ രൂപത്തിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് സഹായകരമാവും. അതേപോലെ തന്നെ ജനറലൈസ്ഡ് സ്റ്റാൻഡേർഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അത് എല്ലാ തരത്തിലും എല്ലാ ഇക്കോണമികളെയും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് ഒരു ജനറൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് വരും. ഇപ്പോൾ ഒരു രാജ്യത്തിനൊരു സ്റ്റാൻഡേർഡ്, മറ്റു രാജ്യത്തിന് മറ്റു സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്റ്റാൻഡേർഡിൽ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ട്രേഡുകളിലൊക്കെ അതൊരു ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതേ സമയത്ത് ഒരു ജനറൽ സ്റ്റാൻഡേർഡ് വന്നു കഴിഞ്ഞാൽ ഒരു ജനറൽ സ്റ്റാൻഡേർഡിന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് എന്ത് ചെയ്യും, ഒരു നല്ല രീതിയിലുള്ള ട്രേഡിനെ അവിടെ സാധ്യമാക്കും. ദെൻ 6 ഗ്രോത്ത് ഓഫ് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്. നമുക്കറിയാം ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് ഫണ്ട് റേസ് ചെയ്യാൻ നമുക്ക് ഡൊമസ്റ്റിക്കലി ഫണ്ട് റേസ് ചെയ്യാം, അതേപോലെ തന്നെ ഫോറിൻ കൺട്രീസിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യാം. ഇപ്പോൾ കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് ഷെയർ ആയാലും ഡിബഞ്ചർ ആയാലും ബോണ്ട് ആയാലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ രാജ്യത്ത് നിന്നും അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഫണ്ട് റേസ് ചെയ്യാം. അങ്ങനെ ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഷെയറിന് ഫണ്ട് റേസ് ചെയ്യാൻ, ഷെയർ ആയാലും ഡിബഞ്ചർ ആയാലും ബോണ്ട് ആയാലും ഏത് രീതിയിലും ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് അതിനൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, കൂടുതൽ ഫണ്ടുകൾ നമ്മുടെ രാജ്യത്തേക്കും നമ്മുടെ രാജ്യത്തു നിന്ന് കൂടുതൽ ഫണ്ടുകൾ മറ്റു രാജ്യത്തേക്കും ഒരു ഫ്രീ ഫ്ലോ നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഫ്രീ ഫ്ലോ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രോഫിറ്റുകളും കാര്യങ്ങളും റിട്ടേൺസും ഇങ്ങോട്ട് തിരിച്ചും ഫ്ലോ വരാൻ തുടങ്ങും. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തുള്ള കമ്പനീസിന് അതൊരു ഫണ്ട് റൈസ് ചെയ്യാൻ, പെട്ടെന്ന് തന്നെ ഫണ്ട് റൈസ് ചെയ്യാനും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ അത് വളരെ ഉപകാരപ്പെടും. അപ്പോൾ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ്, ഒരു ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്, അതിൻ്റെ ഒരു ഗ്രോത്ത് സാധ്യമാക്കാൻ നമുക്ക് ഈ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധ്യമാക്കാം. ദെൻ നെക്സ്റ്റ് പറയുന്നത് ബെറ്റർ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ. ഫിനാൻഷ്യൽ ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബെറ്ററായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഓരോ രാജ്യത്തിനും ഓരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ റിപ്പോർട്ടിംഗ് സിസ്റ്റം ഒക്കെ ഡിഫറെൻ്റ് ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ഒരു അക്കൗണ്ടൻറ്റിന് മറ്റൊരു രാജ്യത്ത് പോയിട്ട് അവരുടെ ഫിനാൻഷ്യൽ ഡാറ്റയെ അനലൈസ് ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അയാൾ പഠിച്ചിട്ടുണ്ടാവുക നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആ ഒരു സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അയാൾ മറ്റൊരു രാജ്യത്ത് പോയിട്ട് അവിടെ അനലൈസ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് അതിൽ തെറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ അതേ സമയത്ത് ഇവിടെ ഒരേ രൂപത്തിലുള്ള ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളാണ് നിലവിലുള്ളെങ്കിൽ അതെന്ത് ചെയ്യാം, ഈസി ആയിട്ട് അയാൾക്ക് അതിനെക്കുറിച്ച് ഈ ഫിനാൻഷ്യൽ ഡാറ്റയെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും, അതിലുള്ള കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു ബെറ്റർ അനാലിസിസ് സാധ്യമാക്കാനും ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന് സാധ്യമാകും. കാരണം അതിലൂടെ കൺഫ്യൂഷൻസ്, ഈ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നോക്കുന്ന സമയത്ത് അവിടെ വരുന്ന കൺഫ്യൂഷൻസൊക്കെ ഒരു പരിധി വരെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് സാധ്യമാക്കും. ദെൻ ലാസ്റ്റ് വൺ, ഇൻക്രീസിങ് ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ്.
ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ കൃത്യമായിട്ട് അവിടുത്തെ സെക്യൂരിറ്റീസിനെയും അതേപോലെ തന്നെ അയാളുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് ഉണ്ടായിരിക്കും. ഇതിനെ കൃത്യമായിട്ട് അയാൾ പഠിച്ചതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഇപ്പോൾ നമ്മളായാലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് എന്നൊക്കെ പറയുന്നത്. അവയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. കാരണം കൃത്യമായിട്ട് പഠിച്ച് നമ്മൾ എവിടെയാണോ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ എവിടെയാണോ കൂടുതൽ സേഫ്റ്റിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള ആ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡൊക്കെ ഒരേ രൂപത്തിലാണെങ്കിൽ നമുക്ക് അതൊരു തമ്മിൽ കമ്പാരിസൺ കൃത്യമായിട്ട് നടത്താനും അങ്ങനെ കമ്പാരിസൺ നടത്തിയിട്ട് അതിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാനും അതിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോൺഫിഡൻസ് ഉണ്ടാകും നമ്മുടെ രാജ്യത്തെ കമ്പനീസിനാണ് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ മറ്റു രാജ്യത്തെ കമ്പനീസാണ് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ അത് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാവും. അപ്പോൾ ഒരു ഇൻവെസ്റ്ററുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതും ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകതയായിട്ട് നമുക്ക് പറയാം. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളിലും ഒരേ രൂപത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരേ രൂപത്തിലുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുക എന്നുള്ള ആ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷനെയാണ് നമ്മൾ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. നമ്മളെ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് തന്നെയാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനകത്ത് വരുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് നമുക്ക് എന്ത് വിളിക്കാം, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയും. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്റ്റാൻഡേർഡുകൾ സ്റ്റേറ്റ് ചെയ്യുന്നത് ഹൗ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ആൻഡ് അതർ ഈവൻറ്റ് ഷുഡ് ബി റിഫ്ലക്റ്റഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കണം ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷന് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കണം അക്കൗണ്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡുകൾ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡിന് നമുക്ക് എന്ത് വിളിക്കാം, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയും. അതായത് നമ്മൾ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ അവിടെ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് കമ്മിറ്റിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി IASC എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് കമ്മിറ്റിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അങ്ങനെ സ്റ്റാൻഡേർഡ് കമ്മിറ്റി 1973 അതെന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഫോം ചെയ്തിട്ടുള്ളത്. ഈ ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റാൻഡേർഡുകളുണ്ട്. ഈ സ്റ്റാൻഡേർഡുകളെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഈ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2001 വരെയാണ് നമ്മൾ ഫോളോ ചെയ്ത് IASC പ്രിപ്പയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫോം ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന ഈ സ്റ്റാൻഡേർഡ് നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. 2001 ശേഷം IASC ഡിസോൾവ് ചെയ്യുകയും അവിടെ IASB ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡ് ഫോം ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ IASBയും ഏകദേശമൊക്കെ ഒരേ രൂപത്തിലുള്ള ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഭാഗമായിട്ട് വരുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, IASBയുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെയും നമ്മൾ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലും അതേപോലെ തന്നെ IASC ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നതും അതേപോലെ തന്നെ IASB ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ഭാഗമായിട്ടും വരുന്ന സ്റ്റാൻഡേർഡുകൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് IAS അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഈ IAS അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ്. ആ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കണം ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ അത് ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഈവൻ്റ് എങ്ങനെയായിരിക്കണം നമ്മൾ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ എങ്ങനെയായിരിക്കണം ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയായിരിക്കണം അക്കൗണ്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറയുന്ന സ്റ്റാൻഡേർഡുകളാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ആസ് ദ economy becomes more global, the business enterprises and their activities also go global. ഇപ്പോൾ നമ്മുടെ ഇക്കോണമിയും അതേപോലെ തന്നെ ഇക്കോണമി ഗ്ലോബലി, അതൊരു ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഇക്കോണമി എന്തായി, ഗ്ലോബലായി. അതായത് ഗ്ലോബൽ ഇക്കോണമി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റുകൾ നമ്മുടെ ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റിൽ, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമുക്ക് സെയിൽ ചെയ്യാനും അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യും, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സെയിൽ ചെയ്യാനും പർച്ചേസ് ചെയ്യാനും പറ്റുമ്പോൾ അവിടെ നിന്നുള്ള ഇൻകംസും ഉണ്ടായിരിക്കും, അതേപോലെ ഇവിടുന്ന് എക്സ്പോർട്ട് ഉണ്ടായിരിക്കും, അവിടെ നിന്ന് ഇമ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഇമ്പോർട്ടും എക്സ്പോർട്ടും അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൽ പുറത്തുനിന്ന് ഫോറിനേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ആളുകൾ ഫോറിൻ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സാധ്യമാകാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ സാധ്യമാക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ രാജ്യത്തിനകത്തും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അതേപോലെ തന്നെ അവരുടെ ഫിനാൻഷ്യൽ ട്രീറ്റ്മെൻറ്റുകൾ സെയിം ആവണം, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ സെയിം ആകണം. അങ്ങനെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ സെയിം ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നപ്പോൾ അതിലൊരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരുന്നു. ആ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കാണാം ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. എന്തൊക്കെയാണ് ഇൻ്റർനാഷണൽ IASൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. IAS ആണ് അവിടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരേ രൂപത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള സ്റ്റാൻഡേർഡുകൾ, സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷനാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുക. അപ്പോൾ ഇൻ്റർനാഷണലി ഉള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന് ഫോം ചെയ്യുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് പിന്നെ അവിടെ ഒരേ രൂപത്തിൽ ഇൻ്റർനാഷണലി ഉള്ള അല്ലെങ്കിൽ ഗ്ലോബലി ഉള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒരേ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോർമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് IASൻ്റെ അല്ലെങ്കിൽ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിക്കൊണ്ട് പറയാം. ദെൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ റെഗുലേഷൻ ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ചസ് വരാറുണ്ട് ഓരോ രാജ്യത്തിൻ്റെയും സ്റ്റാൻഡേർഡ്, പിന്നെ അവിടുത്തെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വരാറുള്ള അതിൻ്റെ ട്രാൻസാക്ഷനിലൊക്കെ ചേഞ്ചസ് വരാറുണ്ട്. അങ്ങനെ ചേഞ്ചസ് വരുന്ന സമയത്ത് അതിൻ്റെ റെഗുലേഷനിൽ മാറ്റങ്ങൾ വരുത്തുക അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുക എന്നുള്ളതും ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒബ്ജക്റ്റീവ് ആയിക്കൊണ്ട് പറയാം. ദെൻ എൻഷുർ ഗ്ലോബൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. ഒരു ഗ്ലോബലായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നു, അത് റിപ്പോർട്ട് ചെയ്യുന്നു, അതിനുള്ളൊരു ഫ്രെയിംവർക്ക്, ഒരു ഗ്ലോബലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ അത് ഉറപ്പ് വരുത്തുക എന്നുള്ളതും ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവാണ്. ദെൻ എഫക്റ്റീവ് ക്യാപിറ്റൽ ഫ്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ രാജ്യങ്ങളുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരേ രൂപത്തിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടുന്ന് ഇങ്ങോട്ടും അതേപോലെ തന്നെ തുടർന്ന് ഇവിടുന്ന് പുറത്തോട്ടും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സാധ്യമാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ എഫക്റ്റീവായിട്ടുള്ള ഒരു ക്യാപിറ്റൽ ഫ്ലോ, നമ്മുടെ രാജ്യത്ത് നിന്ന് ക്യാപിറ്റൽ പുറത്തുള്ള ഫോറിൻ കൺട്രീസിലേക്കും ഫോറിൻ കൺട്രീസിൽ നിന്ന് ക്യാപിറ്റൽ നമ്മുടെ രാജ്യത്തേക്കൊക്കെ സാധ്യമാക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് സാധ്യമാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ദെൻ ഞാനൊരു താഴെ ലിസ്റ്റ് ഓഫ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് IASB 2001 IASB ഫോം ചെയ്യുന്നത്. അത് IASC ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി ഡിസോൾവ് ചെയ്തിട്ടാണ് IASB ഫോം ചെയ്യുന്നത്. നമുക്ക് IASBയെ കുറിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സുകൾ പറയാം. അപ്പോൾ അവിടെ ഒരു ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് IASB ഫോം ചെയ്തിട്ടുള്ള ഒരുപാട് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഒരു ഏകദേശം 41ഓളം ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സിനെ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. IAS ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ പിന്നെ ഞാൻ പറഞ്ഞു 41ഓളം IAS ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിൽ IAS 1 വരുന്നത് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്.
IAS 2 വരുന്നത് ഇൻവെൻട്രീസ് ആണ്, ഇൻവെൻട്രീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ആണ്. ദെൻ IAS 3 കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ദെൻ IAS 4 ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്, ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യത്യസ്തങ്ങളായിട്ടുള്ള മെത്തേഡിൽ നമുക്ക് ഡിപ്രീസിയേഷനെ ട്രീറ്റ് ചെയ്യാന്നുള്ളത്. ദെൻ IAS 5 ഇൻഫർമേഷൻ ടു ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ദെൻ IAS 6 അക്കൗണ്ടിങ് റെസ്പോൺസസ് അക്കൗണ്ടിങ് റെസ്പോൺസസ് ടു ചേഞ്ചിങ് പ്രൈസസ്, പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എങ്ങനെയൊക്കെയാണ് നമ്മുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ മാറ്റം വരുത്തേണ്ടത് എന്നുള്ളതാണ്. ദെൻ IAS 7 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്, IAS 8 അക്കൗണ്ടിങ് പോളിസീസ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആൻഡ് എറേഴ്സ്, IAS 9 അക്കൗണ്ടിങ് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, IAS 10 events after the reporting period. Then IAS 11 construction contracts. Then IAS 12 income taxes, IAS 13 presentation of current asset and current liabilities, and IAS 14 segment reporting, IAS 15 information reflecting the effects of changing prices. Then IAS 16 property, plant and equipment, IAS 17 leases, IAS 18 revenue, IAS 19 employee benefits, IAS 20 accounting for government grants and disclosure of government assistance, and IAS 21 the effect of changes in foreign exchange rates, IAS 22 business combination, IAS 23 borrowing cost, IAS 24 related party disclosure, IAS 25 accounting for investment, IAS 26 accounting and reporting by retirement benefit plans, IAS 27 consolidated and separate financial statement, IAS 28 investment in associates and joint ventures, IAS 29 financial reporting in hyperinflationary economics, IAS 30 disclosure in financial statement of banks and similar financial institutions, IAS 31 interest in joint ventures, IAS 32 financial statement and presentation, IAS 33 earnings per share, IAS 34 interim financial reporting, IAS 35 discontinuing operations, IAS 36 impairment of assets, IAS 37 provision, contingent liabilities and contingent assets, and IAS 38 intangible asset, IAS 39 financial instrument recognition and measurement, IAS 40 investment property, and last one IAS 41 അഗ്രികൾച്ചർ. ഇങ്ങനെ ഇത്രയും 41ഓളം IAS ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ ജസ്റ്റ് അവിടെ നമുക്ക് പറയാൻ മാത്രമേ ഉള്ളൂ, പേരുകൾ മാത്രമേ ഇവിടെ നമുക്ക് പറയാനുള്ളൂ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്താൽ മതി. ഈ ഒരു IASകൾ 1 to 41 വരെയുള്ളത് നിങ്ങൾ ജസ്റ്റ് ആ ഒരു പേരുകൾ മാത്രം എഴുതിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലുള്ള എല്ലാ കൺട്രീസിനും അവിടുത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരേ രൂപത്തിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ നിലവിൽ വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് 1973 ഒരു 9 കൺട്രീസ് കൂടിയിട്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്തു. അതിൻ്റെ പേര് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി എന്നായിരുന്നു. ആ ഒരു 9 രാജ്യങ്ങളുടെ പേര് നമ്മൾ പറഞ്ഞു. ദെൻ 2001 ഈ IASC ഡിസോൾവ് ചെയ്തിട്ട് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇമ്പോർട്ടൻസ് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഈ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഒരു ലിസ്റ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് IASB ഫോം ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ നെക്സ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഒരു 41 IAS നമ്മൾ ഡിസ്കസ് ചെയ്തു. അല്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ പേരുകൾ നമ്മൾ നോക്കി. ഇത്രയുമാണ് ഇന്ന് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.